പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയെ കാണാത്തതിൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ നയനയും ആദർശും എല്ലാവരും. എന്നിട്ട് അനിക്കായിട്ടുള്ള ആ ഒരു തെരച്ചിലാണ് നന്ദു ഇപ്പോഴും ഉള്ളത്. നന്ദുവിനാണെങ്കിൽ ഉറക്കവും ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് കനകയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട്, അച്ഛ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് എന്തായാലും ഞാൻ കാരണമായിരിക്കും അവനത് സംഭവിക്കുക. ആ ഒരു സങ്കടം എന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. എനിക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും കിട്ടില്ല. ആ സങ്കടം തീർത്താലും തീരില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ഇവിടെ നിന്നിട്ട് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല, ഞാൻ എന്തായാലും തിരച്ചിൽ നടത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതേസമയം അനാമികയാണെങ്കിൽ അനന്തപുരിയിൽ അനിയെ കാണാത്തതിൽ വളരെയധികം സന്തോഷിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് കാമുകനുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അവൻ തിരിച്ചു വരരുത് എന്ന് പ്രാർത്ഥിച്ചോ, അവൻ തിരിച്ചു വരാതിരുന്നാൽ പിന്നെ നമുക്ക് ഒന്നിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ള രീതിയിലൊക്കെ കാമുകനുമായിട്ട് നമ്മുടെ അനാമിക സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നന്ദു നമ്മുടെ അനിയെ അന്വേഷിച്ചിറങ്ങിയിട്ട് ഒടുവിൽ നമ്മുടെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ നമ്മുടെ അനി കിടന്നുറങ്ങുന്ന ആ ഒരു കാഴ്ച കാണുകയാണ്. ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, മറ്റുള്ളവരെയൊക്കെ ടെൻഷനാക്കിയിട്ട് അവൻ വന്ന് കിടന്നുറങ്ങുന്നത് കണ്ടോ, എന്ത് സ്വസ്ഥമായിട്ട് അവൻ കിടന്നുറങ്ങുന്നത്, ബാക്കിയുള്ളവരെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്, ആ ചിന്തയൊന്നും അവനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിൽ അനിയുടെ അടുത്തോട്ട് വരികയാണ് നന്ദു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എല്ലാവരെയും ടെൻഷനാക്കി ഇവിടെ വന്ന് കിടന്നുറങ്ങാണോ, നീ എന്താ വീട്ടിൽ പോവാത്തത്, ഇത്രയും രാത്രിയായിട്ട് എല്ലാവരെയും ടെൻഷൻ അടിക്കാനാണോ, എല്ലാവരും നിനക്കായിട്ടുള്ള അന്വേഷണത്തിലും തിരച്ചിലിലും പ്രാർത്ഥനയിലുമാണ്, അതൊന്നും നീ അറിയുന്നില്ലല്ലോ, നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്നെ ആർക്കും ഇപ്പോൾ ആവശ്യമില്ലല്ലോ, എൻ്റെ മനസ്സറിയാൻ പോലും ആർക്കും നേരമില്ല, ആർക്കും അതിനെ താല്പര്യമില്ല, എല്ലാവരും അനാമികയുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടി യോജിപ്പിക്കാനാണ് പോകുന്നത്. പക്ഷെ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടും ആരും അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ജീവിതം അവസാനിപ്പിച്ചാലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു സങ്കടത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, അങ്ങനെ നിനക്ക് അവസാനിപ്പിക്കാൻ പറ്റുമോ ഈ ജീവിതം എന്നൊക്കെ പറയുന്ന സമയത്ത്, അതെന്താ പറ്റാതിരിക്കുന്നത്, നിനക്ക് പോലും എന്നെ വേണ്ടല്ലോ, നീ എന്നെ ആട്ടിയിറക്കുകയല്ലേ, എന്നെ കാണുന്നത് പോലും വെറുപ്പാണെന്നല്ലേ നീ പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, അങ്ങനെ നിന്നെ വെറുക്കാൻ എനിക്ക് പറ്റുമോ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണെടോ, അത് ഞാൻ എങ്ങനെയാണ് നിന്നെ നിന്നോട് പറയുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷേ സാഹചര്യം ഇങ്ങനെയായി പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നന്ദുവിൻ്റെ വായിൽ നിന്നും ആ ഒരു വാക്ക് കേട്ടിട്ട് നമ്മുടെ അനിക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. ആ സന്തോഷ പ്രകടനത്തിൽ അനി നന്ദുവിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ആദ്യം നന്ദു നമ്മുടെ അനിയെ പിടിച്ചില്ല, പിന്നീട് മറന്നിട്ട് നമ്മുടെ അനിയെയും നന്ദു കെട്ടിപ്പിടിക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ അനാമികയുടെ അച്ഛനൊക്കെ അവിടെ നിൽക്കുന്നത്. ഇത് വീഡിയോ പകർത്തി എടുക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ വേണു ചിന്തിക്കുന്നുണ്ട്, ആഹാ ഇതാണല്ലേ പരിപാടി, അപ്പോഴേ ഞാൻ മോളോട് പറഞ്ഞതാണ് ഇവളുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവുമെന്നുള്ളത്, അതുപോലെ തന്നെ സത്യമായി, ഈ അങ്ങനെ ഏതായാലും അവൾക്ക് വേണ്ട, എന്തായാലും ഇതൊരു ആയുധമാക്കി എടുക്കാം, ഇതൊരു ആയുധമാക്കിയിട്ട് അവൾ അടിച്ചു മാറ്റാനുള്ളതൊക്കെ അടിച്ചു മാറ്റം ചെയ്യാം, അവൾക്ക് അവളുടെ ആഗ്രഹം പോലെ അവൾ സ്നേഹിക്കുന്ന കാമുകനുമായിട്ട് ഒന്നിക്കുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ആ ഒരു വീഡിയോ പകർത്തിയത് ആയുധമാക്കി എടുക്കാനുള്ള ഒരുക്കത്തിലാണ് വേണു. അതേസമയം എല്ലാം മറന്നിട്ട് അവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്താണ് പെട്ടെന്ന് പരിസരബോധം നന്ദുവിന് വരുന്നതും. എന്നിട്ട് അനി നീ എന്തായി ചെയ്തത്, ഇതൊരു അമ്പലമൊക്കെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത്, അമ്പലത്തിൻ്റെ പരിസരമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത്, എവിടെയായാലും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി എന്നോട് ഇഷ്ടമാണ് എന്ന് തുറന്ന് പറയുമ്പോൾ പരിസരമൊക്കെ മറന്നു പോവും, അതാരായാലും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുകയാണ്.